ഹലോ. വലൈക്കും സലാം. വലൈക്കും സലാം. ഞാൻ വെറുതെ ഇരിക്കുന്നു. ചായ കുടിച്ചാ? ഇഡ്ഡലി കഴിച്ചു. ഒന്നുമില്ല. എന്താ കുഴപ്പം? നല്ല മഴയുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് മഴയാണ്. പിന്നെ കർക്കിടം 3 രാത്രിയായി. അപ്പൊ നല്ല മഴയുണ്ട്. എന്താ കഴിച്ച്? ശരി. ഇന്ന് ഞായറാഴ്ച ലീവല്ലേ? മോനിക്ക് ലീവില്ലേ? ശരി. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല. ഒന്നും തീരുമാനിച്ചിട്ടൊന്നും ഇല്ല. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ചായ കുടി കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഇഡ്ഡലിയും സാമ്പാറും വെച്ച് ചായ കുടിച്ചു. ഇനിയിപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നും വെച്ചിട്ടില്ല, മേടിച്ചിട്ടുമില്ല. വേറെന്തൊക്കെ വിശേഷങ്ങള്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി ശരി. ഞാൻ വൈകിട്ട് തന്നെ ഫ്രീ ആയിട്ട് വിളിക്കാം. വലൈക്കും സലാം. ശരി. ഫോൺ അടിക്കണ്ടായിരുന്നല്ലോ. ഷമീർ വിളിച്ചതാ. ഷമീർക്ക് വിളിച്ചതാ? ശരി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഇന്ന് ലീവില്ല, ഇന്ന് വർക്കിന് വന്നിരിക്കുകയാണ്. അതെ. അപ്പൊ ഇന്ന് ഞായറാഴ്ച അല്ലേ, എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചു. സ്പെഷ്യലൊന്നും ഇല്ലല്ലോ. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച്. പിന്നെ ഉച്ചക്കൊന്നും നോക്കിയിട്ടൊന്നും ഇല്ല. സ്പെഷ്യലൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? എന്തായാലും ഇക്ക വിളിച്ച് ചോദിച്ചല്ലേ. നമുക്ക് ബീഫ് ബിരിയാണി എന്തെങ്കിലും വെച്ചാലോ? വെക്കാ, കുഴപ്പമൊന്നുമില്ല. സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്ന് ഉപ്പാനെ വിട്ടിട്ട് ഇറച്ചി വാങ്ങാൻ പറഞ്ഞാക്കിട്ടെ. ചെന്ന് പറഞ്ഞു നോക്കിയോ? പപ്പായ കിട്ടണാവോ? അല്ലേ? കിട്ടും. അതെ, നിങ്ങള് പോയി പാങ് വരെ ഒന്ന് പോയിട്ട് വരണം. പിള്ളേര് ബിരിയാണി വെക്കണമെന്ന് പറയുന്നു. ബീഫ് പോയി മേടിച്ചിട്ട് വരും. ഈ നേരത്തെ പാങ്ങിന് പോയാൽ കിട്ടും. അവിടെ ഉച്ചവരെ ഉണ്ടാവും. പാങ്ങില് പെട്ടെന്നൊന്നുമില്ല. ഇപ്പൊ സമയം 9:30 ആയിട്ടുള്ളൂ. അതല്ല, എന്താ പെട്ടെന്ന് തീരുമാനിച്ചു? ഷമീർ വിളിച്ച് പറഞ്ഞേ, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞായറാഴ്ച ഇന്നെന്താ സ്പെഷ്യല്, ഇന്നൊന്നും ചെയ്യണില്ലേ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്യണില്ല. എന്തുമ്പോ അന്ന് വല്ല ബിരിയാണിയൊക്കെ വെക്ക്, ബീഫൊക്കെ വാങ്ങി ബിരിയാണിയൊക്കെ വെക്ക്. അത് മുന്നേ പറയണ്ട, അല്ലെങ്കിൽ തലേദിവസം പറയാ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ. അത് കുഴപ്പമില്ല. ഞങ്ങള് വണ്ടി എടുത്ത് പോയിട്ട് പാങ്ങിൽ പോയിട്ട് ഇറച്ചി വാങ്ങിട്ട് വന്നേ പോയിട്ട്. പാങ്ങിൽ കിട്ടണ്ട. ഈ നേരത്തൊക്കെ 12:35 സമയം. ഇത് അവിടെ നിന്ന് കിട്ടാൻ എപ്പോ വെച്ചിട്ട് എപ്പോ കഴിക്കാനാണത്? നേരത്തെ പറയണ്ട. ഒരു 7 മണിക്കൊക്കെ 6 മണിക്ക് പറഞ്ഞാൽ നേരത്തെ പോയിട്ട് മേടിക്കായിരുന്നു. നിങ്ങൾ പോയി മേടിച്ചു വന്നേ. നിങ്ങൾക്ക് സമയത്തിന് ചോറ് വന്നാൽ പോരാ? പോയിട്ട് മേടിച്ചിട്ട് വാ. പിള്ളേർ ആഗ്രഹിച്ച് പറയുമ്പോ പിന്നെ അത് വെച്ച് കൊടുക്കണ്ടേ? ഞാൻ നോക്കാം, ഉണ്ടെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ ഉണ്ടാണ്ട്. ശരി, പോയിട്ട് വരും. അപ്പോഴേക്ക് സാധനങ്ങളൊക്കെ സവാള തക്കാളിയൊക്കെ ഇതാക്കി. ഓരോ തോന്നല്, ഓരോ സമയത്ത് ഓരോ തോന്നല. പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് പറയുക. ഓരോന്ന് അതിന് മുന്നൊന്നും പറയില്ല. ശരി, നിങ്ങൾ പോയിട്ട് വാ. അപ്പൊ ഇത്ര ദൂരം തന്നെ പോണോ? അവിടെ ഉച്ച വരെ ഉണ്ടാവും. ചെല്ല്, ഞാൻ സെഞ്ചി എടുത്തിട്ട് വരാം. എന്നാ എടുക്ക് വേഗം സെഞ്ചി. ഞാൻ കിട്ടിയാ പോയി വാങ്ങൂട്ട, അല്ലെങ്കിൽ വാങ്ങില്ല, മിണ്ടാണ്ട് വരിഞ്ഞു. എന്നും അതെ, ഈ നേരത്തെ പറയുള്ളൂ. ഒരു 1.5 കിലോ മേടിച്ചോളാം. മറന്നു. 1.5 കിലോ അരിയുണ്ട്. 1.5 കിലോ വെച്ചാ പോരാ മോളെ? അതെ, ഈ അരി വെള്ളത്തിലിട്ട അപ്പൊ വേഗം ആകും. ഇപ്പൊ ഇറച്ചി വാങ്ങിട്ട് ഇറങ്ങിട്ടേ ഇതൊക്കെ ആക്കാം. അതെ, നേരത്തെ അരി വെള്ളത്തിലിട്ടത് എന്തിനാന്നറിയോ? ചോറ് നല്ല സ്മൂത്തായി കിട്ടും. നല്ല അരി നല്ലപോലെ കുതിർന്നിട്ട് നമുക്ക് കഴുകാനും പാടില്ല. അപ്പോൾ നല്ലപോലെ 2 വട്ടം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ചോറ് ആ നേരത്ത് നല്ല പൂ പോലെ നല്ല ചോറ് കഴിക്കാൻ നല്ല മെച്ചനുണ്ടാവും. അതിനാണ് അരി വെള്ളത്തിലിട്ട് വെക്കുക. അത് ഇട്ട് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഓർമ്മയില്ല അമ്മക്ക്. വണ്ടി ഇല്ല, അവിടുന്ന് നടന്നു തന്നെ വന്നു.
എവിടെ നീ എന്നാ വേറെ വ്യക്തി സമയം 12 1 മണിയാകാനാ പോണ്. എന്നാ ഇനിയിപ്പൊ അവരുടെ ആഗ്രഹം നീ ഇതാക്കണ്ട, വേറെ ഒന്ന് വെക്കാൻ നോക്ക്. നല്ല ഇറച്ചി കിട്ടിയാ? ആ ശരി. അമ്മ ഓ ഇതെന്താ അടുക്കളയിൽ ഭയങ്കര തിരക്കാണല്ലോ? അടുക്കളയിൽ നിന്ന് ബിരിയാണി വെക്കാന്ന് വെച്ചിട്ടേ എല്ലാവരും കുട്ടികളൊക്കെ പറഞ്ഞ് ബിരിയാണി വെക്കാന്. അപ്പൊ ഇതേ ഉപ്പ പോയിട്ട് ബീഫ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കണേ. അപ്പൊ നല്ല ബീഫാണ്. ഒന്ന് മുറിച്ച് തന്നെ. അല്ലമ്മ ഈ 12 മണി സമയത്ത് ബീഫ് കിട്ടിയേ? അവിടെ 12 മണിയല്ല, ചിലപ്പോ 1 മണി വരെ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല, വേഗം തീരും. ചിലപ്പോ ഉച്ചവരെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്ന് പോയപ്പോ കിട്ടി. മോളെടുത്ത് ഒന്ന് മുറിച്ച് തന്നെ, വേഗം ആകും. അപ്പൊ കട്ടാക്കി തന്നില്ല? കട്ടാക്കിയിട്ടില്ല മോനെ, കട്ടാക്കണം. കട്ടാക്കാണ്ടാണ് മേടിച്ചു വന്നിരിക്കുന്നത്. നേരം വൈകിക്കാരനെ മോനെ അതൊന്നും എടുത്ത് മുറിച്ച. ശരി, ഞാൻ മുറിച്ചുതരാം. അത് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട്. ഉമ്മ എന്തോ ഒരു മൈൻഡ് വെച്ചിട്ട് കണ്ട ദോശമാവില് കൊണ്ട് പഞ്ചസാര ഇട്ടു. അതില് കാണുന്നുണ്ടാ ഒക്കെ പെറുക്കുക കേട്ടാ, ഒക്കെ പെറുക്കുക കളയുന്നത്. അപ്പോ ഇന്നത്തെ തുടക്കം അതിന്നാണ്. ഇന്ന് ഹാപ്പി സൺഡേ. എല്ലാവർക്കും നല്ലൊരു ഞായർ ദിന ആശംസകൾ. എല്ലാവർക്കും അറിയാലോ, ഞായറാഴ്ച എല്ലാവരും വീട്ടില് ഇറച്ചിയോ ചിക്കനോ ബീഫോ ഒക്കെ എടുക്കും. അതുപോലെ നമ്മളെ രാവിലെ എണീപ്പിച്ച് ഉമ്മ പോയിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇറച്ചി വാങ്ങി വന്നിരിക്കുക. അപ്പോൾ ഉമ്മാൻ്റെ ഒരു പരാതി ഉണ്ട്. എപ്പോഴും നമ്മൾ ഇറച്ചി വാങ്ങാൻ പോകുമ്പോൾ അല്ലേ നല്ല ഇറച്ചി നോക്കി വാങ്ങണം, നല്ല ഇറച്ചി നോക്കി വാങ്ങണം എന്ന് എപ്പോഴും പറയും. ഞാനാ പോകണമെങ്കിൽ നല്ല ഇറച്ചി കിട്ടാറേ ഇല്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ വെട്ടിക്കൂട്ടിയതിൽ കുറേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പരാതി ഉണ്ടായിരുന്നു. അന്ന് ഇപ്രാവശ്യം ഉമ്മ പറഞ്ഞു വെട്ടാത്ത ഇറച്ചി വാങ്ങിയിട്ട് പോയോന്ന്. വെട്ടാത്ത ഇറച്ചി വാങ്ങിയിട്ട് വന്നപ്പോൾ ഉമ്മ പറയണത് ഇതെന്താണമ്മ, കുഴപ്പമില്ല എന്നാലും എന്താണത്, നമുക്ക് നമ്മളെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, കഴുത്ത് ഭാഗം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കിട്ടിയേ. എന്നാലും ഞാൻ ഹാപ്പി, ഉമ്മ ഹാപ്പി അല്ല കേട്ടാ. അപ്പോ ഇന്ന് നമ്മള് വെക്കാൻ പോണതേ എന്തുട്ടാമ്മ? പാലക്കാട് സ്റ്റൈലില് ബിരിയാണി. പാലക്കാടൻ ബിരിയാണി എന്നുവെച്ചാല് ബീഫ് ബിരിയാണി. നമ്മുടെ നാട്ടിലാണ് നമ്മൾ ദമ്മൊക്കെ ഇട്ട് അടിപൊളിയാക്കിട്ട് ഫുഡ് കഴിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല കേട്ടോ. എല്ലാം നമ്മള് പാലക്കാടൻ ബിരിയാണി എല്ലാം നമ്മളിട്ട് മസാല ഇട്ട് ചോറ് കറക്റ്റ്, ബീഫ് വെന്ത് കറക്റ്റ് ഒരേപോലെ ആയിട്ട് എടുക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലോട്ടാണ് കേട്ടോ പോണ്. അപ്പൊ ഇന്ന് ബീഫ് ബിരിയാണി. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ടാക്കാം. ഫസ്റ്റ് കട്ടാക്കി കൊടുക്കാം. ഉമ്മ പറഞ്ഞ് കട്ടാക്കി താഴെന്ന് പറഞ്ഞു. കാരണം ഉമ്മക്ക് രാവിലത്തെ അടുക്കള വിശേഷങ്ങളുണ്ട്. കാരണം ദോശ ചായ പരിപാടിയിലോട്ടാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതും കട്ടാക്കാൻ ഉമ്മക്ക് നേരം വരും. അപ്പോൾ ഞാൻ കട്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഹെൽപ്പ് ഉമ്മാക്ക് എന്നെ കാണിക്കണം. പാലക്കാട് ബിരിയാണി. പാലക്കാട് ബിരിയാണി അല്ലേ? അപ്പൊ നമ്മള് അപ്പോൾ നമ്മൾ എത്ര പച്ചമുളക് എടുത്തിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ പാലക്കാട് ബിരിയാണി വെക്കുകയാണ്, ബീഫ് ബിരിയാണിയാണ്. അങ്ങനെ ബീഫ് ബിരിയാണി അധികം വെച്ചിട്ടില്ല, ചിക്കനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 7 പച്ചമുളകുണ്ട്. ഫസ്റ്റ് നമ്മൾ പച്ചമുളക് ഇടുന്നു. ആവശ്യത്തിന് നമ്മൾ ആദ്യം ഡാൽഡ ഇട്ടോ, നെയ്യ് അതിനനുസരിച്ച് ഓയിൽ. 1.5 കിലോ അരിയാണ് വെക്കുന്നത്, 1.5 കിലോ ബീഫും. അതിന് അനുസരിച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലും നെയ്യും നമ്മൾ കാണിച്ചില്ല. അതുപോലെ കുറച്ച് പട്ട, 4 ഏലക്ക, 2 മറ്റേ പൂവ്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. 3 സബോള, വലിയ സബോള 3 എടുത്തിട്ടുണ്ട്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അവിടെ കല്ലുപ്പുണ്ട്. കല്ലുപ്പ് ആവശ്യത്തിന് കല്ലുപ്പ്. അത് നമ്മള് മറ്റേ പാലക്കാട് ബിരിയാണിക്ക്, ബീഫ് ബിരിയാണിക്ക് ചെറിയുള്ളിയാണ് പ്രധാനം. സബോള വേണ്ടതിട്ട് അവന് അത്യാവശ്യമായിട്ടുള്ളൊരു 250 ഗ്രാം ചെറിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ചതച്ച് വെച്ചതാണത്. ആ ചോറിന് നല്ല കാരം കൊടുക്കാനാണ് ചെറിയുള്ളി ഇടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്ന് മക്കൾ ആഗ്രഹിച്ച പോലെ അവർക്കിന്ന്
പാലക്കാട് ബിരിയാണി ബീഫ് ബിരിയാണി നമ്മൾ വെക്കുക. 150 ഗ്രാം ഇഞ്ചിയോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടുകയാണ്. നമ്മൾ എത്ര അരി എടുക്കണം അതിനനുസരിച്ച് സാധനങ്ങൾ കൂടാനും പാടില്ല, പക്ഷെ കുറഞ്ഞാലും കൂടരുത്, കൂടിയ മണക്ക്. അതുപോലെ 1.5 കിലോ അരിക്ക് 100 വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 100 ഗ്രാം. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി 3 നാരങ്ങ നമ്മളടുത്ത് പിഴിയാൻ പറഞ്ഞിട്ടുണ്ടാ. പിഴിയാം. നമ്മളായിട്ടില്ലേ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തുമാ? ഇത് ബീഫ് വേവിച്ച വെള്ളം. തക്കാളി അരച്ച് കിട്ടാനുള്ള പ്ലാനിങ് അപ്പോൾ നമ്മളെ നല്ലപോലെ ഇനി ഇതുപോലെ ആകണം. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ഒരു 250 ഗ്രാം, അല്ല 1/2 കിലോ, 1.5 കിലോ അരിക്ക് 1/2 കിലോ നാടൻ തക്കാളിയാണ്. നാടൻ തക്കാളി തന്നെ ഏറ്റവും നല്ലത്. പൊടിയൊക്കെ കൊടുത്ത് ഹെൽപ്പാക്കുന്നുണ്ട്. എത്ര ടീസ്പൂൺ ഇടാം? ഫുൾ ടീസ്പൂൺ അല്ലേ? 3 ടീസ്പൂൺ. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടുണ്ട്. ബീഫിലിട്ടിട്ടുണ്ട്. ബീഫിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് അല്ലേ? ഇതിലൊരു 1/4 ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറെ പേര് കമന്റ് ഒക്കെ പറഞ്ഞിരുന്നിട്ടാ, ചട്ടിയിൽ ഇളക്കുമ്പോ സൂക്ഷിക്കണം, മരക്കയില് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. വേണ്ട, മരക്കയിലൊക്കെ സംഭവം ഉണ്ട്. ചെറിയ ചട്ടിയിൽ ഉപയോഗിക്കാൻ മരക്കയിലും ഉണ്ട്. പക്ഷെ ഉമ്മ കൂടുതലും മറ്റേത് ഉപയോഗിച്ചിട്ടാണോന്ന് അറിയില്ല, എപ്പോഴും കൂടുതൽ അതാണ് ഉപയോഗിക്കല്. കുറെ പേര് പറഞ്ഞിരുന്നു സ്ക്രാച്ച് വരും ചട്ടിക്ക, അത്രയൊക്കെ പറഞ്ഞിരുന്നു. കറി മസാല ഇടാണ് കേട്ടോ. കറി മസാല 1 ടീസ്പൂൺ പൊടിച്ചു വെച്ചത് 1.5 സ്പൂൺ ഇട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില. ഈ ബിരിയാണി എന്ന് വെച്ചാല് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ നമ്മളൊക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ കല്യാണം കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, കഴിക്കണത് കൊണ്ടാണോ അല്ലെങ്കിൽ എപ്പോഴും കഴിക്കാത്തത് കൊണ്ടാണോ, രണ്ടൊന്നും തന്നെ അല്ലേ, അതുകൊണ്ടാണോ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ ഫുഡ്. എനിക്ക് ഇല്ല പൊതുവെ. അപ്പോ പിന്നെ ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുമ്പോ തൃശ്ശൂരിലെ ദമ്മ് ബിരിയാണി അതൊക്കെ ഉമ്മ എപ്പോഴും ഉണ്ടാക്കും. ഇത് അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ പോയാലൊക്കെ നമ്മളിത് കഴിക്കും. അതുപോലെ ഈ പാലക്കാട്, ഈ നെന്മാറ, ഈ കൊല്ലങ്കോട് ആ പരിസരത്തൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറൊരു കൂട്ടാൻ അല്ലെങ്കിൽ വേറൊരു കറിയും കൂടി കിട്ടും. എന്താ ഒരു പരിപ്പ് കറി, അത് മട്ടന്റെ പീസൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ചാറുണ്ട്, ഒരു സാമ്പാർ പോലത്തെ, അതും ഭയങ്കര ടേസ്റ്റാണ്. അത് അവിടുത്തെ അറിയാൻ പറ്റും. നാരങ്ങനീര് വെച്ചിട്ടുണ്ട് കേട്ടാ. നാരങ്ങനീര് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല, പെട്ടെന്ന് എടുത്ത് വെച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 നാരങ്ങ ഇട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇവിടെ തൈര് ഉമ്മ റെഡിയാക്കുന്നുണ്ട്. തൈരൊക്കെ എന്താ ഒഴിക്കണമ്മ? തൈര് ഒഴിച്ചാൽ നല്ലതാ, പക്ഷെ അത് പഴയ തൈരും പുതിയ തൈരും മിക്സാക്കി നമ്മൾ 1 ഗ്ലാസ് തൈര് ഒഴിക്കും. തൈര് വെച്ചിട്ടുണ്ട്. ബീഫ് ഇടുന്നുണ്ട് കേട്ടോ. ഇഷ്ട ഞാൻ മുറിച്ച ബീഫ് കഷ്ണങ്ങളൊക്കെ എങ്ങനെ ഇടുമ്പോ സൂപ്പറായിരുന്നു. 2 കിലോ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇത് കിട്ടുമ്പോ 2 കിലോ പോയി ഇല്ല അല്ലേ? 2 കിലോ അല്ല, 1.5 കിലോ. അപ്പൊ 1/2 കിലോ നമ്മള് മാറ്റി വെച്ചില്ലേ? 1/2 കിലോ നമ്മളെ വേറെ കറിക്കായിട്ടോ പിന്നെ എടുക്കാൻ വെച്ച് മാറ്റി വെച്ചു. ഒരു 1.5 കിലോന്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇതിൽ കിട്ടുന്ന മസാലയൊക്കെ കിട്ടുന്ന അടിപൊളിയായിട്ട് വരട്ടല്ലേ? അതെ, ഒന്ന് അതിൽ കിടന്നിട്ട് കുറച്ച് നമുക്ക് മൂടിയേക്കല്ലേ? അപ്പോഴത്തെ നമുക്ക് അരി വെള്ളം അതിൽ 1 പാത്രം അരി തികച്ചില്ല, ഇത് എത്രക്കുണ്ട്. അപ്പൊ അതിന് അതേപോലെ 1 പാത്രം അരി വെള്ളവും 1/4 പാത്രം വെള്ളമായിട്ട് ഒഴിക്കാം. ഇത്രക്ക് തന്നെ ഉള്ളു അരിയിട്ടാ.
അരി ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. മതി. ഇത്രയും വെള്ളത്തിനാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ചോറിന് വെള്ളമാണത്. നമ്മൾ ബീഫ് വേവിച്ച വെള്ളത്തിൽ ബീഫ് വേവിച്ച കുക്കറാണ് കേട്ടോ അത്. എന്താ പറഞ്ഞ കമന്റിൽ ഇതുകൊണ്ട് ഇളക്കാൻ പാടില്ല എന്നാ. അതുകൊണ്ട് ഇളക്കണം. ഇതുകൊണ്ട് തന്നെ ഇളക്കണം. അല്ല നമ്മള് മറ്റേ ചട്ടിയിലൊക്കെ അതുകൊണ്ട്. ശരി ശരി. അത് വരപ്പെടും. പൈപ്പോലല്ലേ വരപ്പെടും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം എടുത്ത് വയ്ക്കാൻ പോവാണ്. ഇതൊരു കണക്ക് അടിപൊളി കണക്കാണ് കേട്ടോ. എന്താ വെച്ചാല് നമ്മള് വെള്ളം ഒഴിച്ച ഈ വെള്ളത്തിലാണ് അടുത്ത അരി ഇടാൻ പോണത്. ആ അരി ഈ വെള്ളത്തിൽ കറക്റ്റ് ആയിട്ട് വെന്ത് അത് കറക്റ്റ് വറ്റി അല്ലേ, അടിപൊളിയായിട്ട് ചോറ് വെന്ത് കറക്റ്റ് ആയിട്ട് നിൽക്കും. ചോറ് അല്ല വെള്ളം കൂടിയാലോ അതുപോലെ വെള്ളം നന്നായിട്ട് കുറഞ്ഞാലോ പ്രശ്നമാണ് കേട്ടാ. അല്ല അങ്ങനല്ലേ, കറക്റ്റ് ആയിട്ട് ഇരിക്കണം. എന്നാൽ തന്നെ ചോറ് നല്ല പോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടിയ ചോറുണ്ട് കുഴഞ്ഞ പോലെയാവും. അല്ലെങ്കിൽ ഒരു തരി ഉപ്പ് വേണം. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നമ്മളെ തൊണ്ടയിലേക്ക് ഒരു തരി ഉപ്പിന്റെ ഇത് മുന്നിൽ നിൽക്കണം. ആ മുന്നിൽ നിന്നാലാണ് ആ ചോറ് നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി കഴിക്കാം. പക്ഷെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് കഴിച്ചാലും ബിരിയാണി ഇങ്ങനെ കുളമായ പോലെ തോന്നും. അപ്പൊ നമ്മൾ എപ്പോ വെക്കുമ്പോഴും ഒരു തരി മുന്നിൽ ഉപ്പ് ഉണ്ടാവും. കുറച്ച് അതെ ഇത്രക്ക് ഇത് മതി. അരി ഇവിടെ റെഡിയാണ്. അവിടെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടാ. അതിലേക്ക് എത്ര കിലോ അരിയാണ് അമ്മ? 1.5 കിലോ അരി എടുത്ത് 1.5 കിലോ അരിയും 1.5 കിലോ ബീഫും. നമ്മളിത് ബർക്കത്ത് അരിയിലാണ് വെക്കുന്നത്, ബിരിയാണി അരിയല്ല. ബർക്കത്തായതുകൊണ്ട് കറക്റ്റ് വെള്ളം മറ്റേ റോസ് കൈമയാണെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ കുറയ്ക്കണം. 1.25 ഒരു സെറ്റ് വെള്ളത്തിന് അരിക്ക് 1.25 ഒഴിക്കണം. പക്ഷെ അത് അങ്ങനെ വെച്ചിട്ട് ഞാൻ ആക്കി തപ്പോ. അപ്പൊ ഇതിലൊക്കെ അത് വന്നിട്ട് നെയ്ച്ചോറിന്റെ അരിയാണ് നമ്മൾ എന്നിട്ട് ബർക്കത്ത്. അതിലാണ് ഇപ്പൊ നാം ബിരിയാണി എങ്കിലും അതിലും വെക്കുകയൊക്കെ ചെയ്യാം. ഞാൻ വേറൊരു അരി ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞ നീളുള്ള അരി എന്നാ. അത് വന്നിട്ട് വേറെ, അത് ഇന്ത്യ ഗേറ്റ് അതും വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ മറ്റേത് എന്തുട്ടാ ജീരകശാല അല്ലെങ്കിൽ ഇത് ഇതിന് എങ്ങനെ പറയുന്നറിയില്ല. നമ്മള് ബർക്കത്ത് പറയും, ഇനിയുള്ളവരെന്താ പറയാന്ന് അറിയില്ല. ചില ഭാഗത്ത് ചില അരിയുടെ പേരാ. അങ്ങനെ നമ്മളെ ബിരിയാണിയുടെ അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് ബീഫ് അതിന്റെ അടിയിൽ തന്നെ ഉണ്ടല്ലോ. ബീഫ് അടിയിൽ തന്നെ ഉണ്ട്. നമ്മള് മിക്സ് ആക്കി കൊടുക്കും അല്ലേ. ഇനിയിപ്പോ നമ്മൾ അരി ഇട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച ചോറ് ഇത് വേണ്ട അങ്ങനെ അറിയാൻ പറ്റും. ചോറും അതുപോലെ തന്നെ വേണ്ട ഒക്കെ മിക്സ് ആണ്. ഈ മിക്സ് ആയതിനു ശേഷം ഇതാണ് പാലക്കാട് ബിരിയാണി. ഇങ്ങനെ വെക്കുക. ചിലവർക്ക് നല്ല ഇഷ്ടമാണ്, ചിലവർക്ക് പറ്റൂല. ഈ ചോറാവുമ്പോ നമുക്ക് കറിയൊന്നും വേണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും അടിപൊളി ഫുഡാണ്. നിങ്ങൾക്ക് എന്താ പറയാ, പാലക്കാട് ഭാഗത്തുള്ളവർക്ക് ഇത് ഓക്കെയാണ്. ബാക്കി ഈ കാസർഗോഡ്, മലപ്പുറം അങ്ങനെയുള്ളവർക്കൊന്നും ചിലപ്പോ ഇത് വലിയ പരിചയം ഇല്ലായിരിക്കും അല്ലേ. പുറത്തൊക്കെ പോയിട്ട് കഴിച്ച് പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രാവശ്യം പോയി നമ്മളെ ഷമീറിന്റെ കല്യാണത്തിന് കെട്ടാപ്പെണ്ണ് കൊണ്ടുവരാൻ പോയിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കൊല്ലങ്കോട് ബീഫ് ബിരിയാണി കഴിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടമായി. അടിപൊളി ചോറ്. പാലക്കാട് ചോറ് ചിലപ്പോ ചിലർക്ക് പറ്റില്ല എന്ന് വരും. ചിലർക്ക് നമ്മളെ കല്യാണത്തിന് പെണ്ണ് കൊണ്ടുവരാൻ പോയവർക്കൊക്കെ ഇഷ്ടമായി. അവര് പറയണേ ആ ചോറ് എങ്ങനെയാ വെക്കാന്ന്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. കറി ഇല്ലെങ്കിലും ആ ചോറ് നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാലക്കാട് ഭാഗത്ത് പോയി കല്യാണത്തിന് കിട്ടുന്ന ചോറിന് പ്രത്യേക ടേസ്റ്റാ. എത്ര നമ്മള് വീട്ടില് ശ്രമിച്ചാലും ആ ഒരു വെച്ചാലും സദ്യത്തെ പോലെ വരില്ല, അതുപോലെ നമുക്ക് വരാറില്ല. അപ്പൊ കഴിച്ചു നോക്കിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട്. ഇനിയിപ്പോ ഇതിന് എത്ര സമയം വേണ്ട വരുമ്പോ? 10-15 മിനിറ്റ്. അപ്പൊ ഇത് വീഡിയോ എടുക്കണമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യത്തില്. നമ്മള്
എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ മാ? അതെ. പെട്ടെന്നാണ് ബീഫും മോൻ വിളിച്ചിട്ടൊക്കെ മോൻ ഞായറാഴ്ച അല്ലേ എന്നപ്പോ എന്താ മോനെ ലീവില്ല വല്യം വന്ന് വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു ഇന്നെന്താ പെസലെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് പെസലൊന്നും ഇല്ല, സാമ്പാർ വീട്ടിലൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ബീഫൊക്കെ വാങ്ങി ഒന്ന് ബിരിയാണി വെച്ചോടെ ആലപ്പോഴാണ് ഓർമ്മ പോയത്. അപ്പൊ പിന്നെ ഉപ്പാനെ പറഞ്ഞാച്ച് ബീഫ് വാങ്ങിച്ചിട്ട് വന്ന് എന്നാ പിന്നെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി വെച്ചു. അതെ. അപ്പോൾ ബീഫ് ബിരിയാണി അവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം പോയാൽ എത്ര സമയം? ഒരു ദമ്മോടെ ഒരു 20 മിനിറ്റ്. 20 മിനിറ്റ്. ആ 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് സെറ്റാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ വെള്ളവും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ഇപ്പം നമ്മൾ അരിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പം അത് വെന്ത് കറക്റ്റ് ലെവലാവും. നമ്മൾ ഇപ്പം ആദ്യമായിട്ടൊക്കെ അറിയാത്തവർ ഇപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേവ് കൂടും. വെള്ളം അങ്ങനെ നിന്നുകൊണ്ട് വേവ് കൂടും. വെള്ളം വറ്റുമ്പോൾ പിന്നെ ചോറ് അടി പിടിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഇതിലെപ്പോഴും ഒരളവ് കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല 1 കിലോ അരിക്ക് ഇത്ര മസാല, 1 കിലോ അരിക്ക് 100 വെളുത്തുള്ളി, 100 ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 1.5 കിലോ അരിക്കാണ് 100 വെളുത്തുള്ളി എടുത്തിക്കണ്. 100 ഇഞ്ചി, 150 ഇഞ്ചി വേണം. 100 വെളുത്തുള്ളി മതി, 150 ഇഞ്ചി. അങ്ങനെ ഒരു 10 പച്ചമുളക് എടുക്കുക. 1 കിലോന് അരിയാണെങ്കിൽ 5 പച്ചമുളക് എടുക്കുക. അങ്ങനത്തെ ഒരു കണക്കുണ്ട്. 2 കിലോനാകുമ്പോ 10 എണ്ണം അങ്ങനെയൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ച് കറി മസാല സാധനങ്ങൾ, മല്ലിയില, പുതിന, തക്കാളി. ഏറ്റവും തക്കാളി വേണ്ടത് വന്നിട്ട് പുളിയുള്ള തക്കാളി വേണ്ടത്, നാടൻ തക്കാളി, മറ്റേ തക്കാളി അല്ല. പിന്നെ വന്നിട്ട് വെളുത്തുള്ളി, തക്കാളി പറഞ്ഞ പോലെ അതൊക്കെ കറക്റ്റായിട്ട്. നാരങ്ങ നീര്, തൈര് പറയുമ്പോൾ പുളിയുള്ള തൈര് വേണം. പുളിയുള്ള തൈര് ഉണ്ടെങ്കിൽ തന്നെ ഈ ചോറിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഉമ്മാക്കൊക്കെ അത് നന്നായിട്ട് വെക്കാൻ അറിയണത് ഇപ്പൊ കൊറേ ഒക്കെ ആയിട്ടാണ്. മുൻപ് ഉമ്മാക്ക് ഇതങ്ങനെ വെക്കാൻ അറിയില്ലായിരുന്നു അല്ലേ? അറിയില്ല. വീട്ടിൽ നിന്നൊക്കെ അവരൊക്കെ വന്ന് വെച്ച് കണ്ടിട്ട് ഞാൻ പഠിച്ചാണ്. കുറച്ചൊക്കെ ഇങ്ങനെ വെച്ച് പഠിച്ചത് അങ്ങനെ. പിന്നെ അസർഫ് എന്ന് പറയില്ലേ, അസർഫ് എന്ന് പറയുന്ന ആളോട് തന്നെ എഴുതി മേടിച്ചു. എഴുതി മേടിച്ചിട്ട് 5 കിലോന്റെയും കല്യാണത്തിനൊക്കെ വെക്കുന്ന ആളാണ്. 10 കിലോനിക്ക് ഇത്ര കണക്ക്, 2 കിലോനിക്ക് ഇത്ര കണക്ക്, 1 കിലോനിക്ക് ഇത്ര കണക്ക്, 5 കിലോനിക്ക് ഇത്ര കണക്ക്, അങ്ങനെ 10 കിലോന്റെ കണക്ക് വരെ എന്റെ കയ്യിലുണ്ട്. സാധനങ്ങള് ബില്ല് മേടിച്ചു വന്നിട്ടുണ്ട്. അവര് 10 കിലോനിക്ക് എത്ര ഐറ്റങ്ങൾ ചേർക്കണം, അരി വെക്കാനുള്ള സാധനങ്ങൾ എത്ര ഉമ്മ എഴുതി വാങ്ങി വന്നിരിക്കുകയാണ്. എന്താ സംഭവം അല്ലേ? അത് വെപ്പുകാരന്റെ കയ്യിൽ നിന്ന് എഴുതി. ഈ ചോറ് വെക്കാൻ വേണ്ടിട്ട് 10 കിലോ അരി വരെ നമുക്ക് വെക്കാം, എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അവരെന്ന് എഴുതി വാങ്ങിച്ചു വന്നിരിക്കുക. അടിപൊളി കുക്കിങ്. അയാള് ഭക്ഷണം വെച്ചാ കറിയെ വേണ്ട, അടിപൊളിയായിട്ടിരിക്കുക. എല്ലാ ഭാഗത്തും തൃശ്ശൂർക്കൊക്കെ വരുന്നുണ്ട് ആള്. തൃശ്ശൂർക്ക് ഓരോ ഭാഗത്തേക്ക് വിളിച്ചാല് വരുന്നുണ്ട്. അതേപോലെ ഒരു പ്രാവശ്യം വിളിച്ചാല് പിന്നെയും വിളിക്കും ആളെ. കല്യാണങ്ങളൊക്കെ അയാള് വെക്കുന്ന ഫുഡാണ് കേട്ടോ. അയാള് നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു കായ്ച്ചാറുണ്ട്. അയാളുടെ കായ്ച്ചാറ് കൂട്ടിയാല് ഇറച്ചി ബിരിയാണിക്ക് ഇവിടെ സൂപ്പറാ കായ്ച്ചാറ്. പിന്നെ അത് മാത്രല്ല, അവിടെ ചോറ് ഈ ബിരിയാണി വെക്കുകയാണെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ അവിടെ ചിലപ്പോ ആടായിരിക്കും അല്ലെ? നമ്മളൊക്കെയാണ് കോഴി അല്ലെങ്കിൽ ബീഫൊക്കെ വെക്കുന്നത് നമ്മളാണ്. അവിടെ കൂടുതൽ പോയാലും ഇങ്ങനത്തെ ബിരിയാണി വെക്കുന്ന ആടായിരിക്കും. അപ്പൊ ഇവിടെ ആടാണ് ഉപയോഗിക്കലില്ലല്ലോ. ആടിനൊക്കെ എന്താ വില? 1 കിലോന് 1000 അമ്മ? പൈസ എത്ര അറിയില്ല. പക്ഷെ എന്റെ ഒരു കണക്ക് വെച്ചിട്ട് 1 കിലോന് 1000 രൂപ ഉണ്ടെന്നുണ്ട്. അടി പിടിച്ചാ അപ്പൊ കരിയുന്നുണ്ടോ? അടുപ്പിലെന്തെങ്കിലും പട്ടാവുന്നോ? അടുപ്പിടിച്ചിട്ടൊന്നുമില്ല. സ്മെല്ല് വന്നു. അപ്പൊ ഉമ്മ ചാടി ഇളക്കുക, കണ്ടില്ലേ? അടി പിടിച്ചോന്ന് അറിയാൻ വേണ്ടിട്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല, കാരണം ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. തോന്നുന്നത് ഇതിനുള്ളിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇനി ചോറ് റെഡി ആവട്ടെ കേട്ടാ. ചോറ് റെഡി ആയിട്ട് നമുക്ക് ബാക്കി എങ്ങനെ ചോറ് എന്നൊക്കെ നമുക്ക് അത് നമ്മൾ പൊട്ടിക്കുമ്പോ നമുക്ക് കാണാം അല്ലമ്മ? അപ്പൊ ഒന്ന് സെറ്റ് ആവട്ടെ അല്ലേ? കണ്ടില്ല ചോറൊക്കെ വേണ്ടിട്ടുണ്ട്. ചോറ് നമ്മൾ അരി ഇട്ടിട്ടല്ലേ ഉള്ളൂ അല്ലേ? ആവട്ടെ. ആവശ്യത്തിന് ഒന്നും പറയില്ല കേട്ടോ. അമ്മ ഇടക്കിടക്ക് മറന്നു പോകും. ഉമ്മ നെയ്യല്ലേ? അമൂൽ നെയ്യാണ് കേട്ടാ. അമൂൽ നെയ്യ് ഇളക്കണുണ്ടല്ലേ? എന്താ മണം മിക്സ് ആവണ്ട. ആ മസാല
ഫസ്റ്റ് നമ്മൾ ഈ മസാലയിലാണ് ബീഫ് ഇട്ട് വെച്ചത്. ആ ബീഫില് മസാല ചേർന്ന് കുറച്ചു നേരം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അരി ഇട്ടത്. ഇനി ആ ബീഫും ബീഫ് നമ്മള് കുക്കറിൽ 3 വിസിലിട്ട്. ഓൾറെഡി 3 വിസിലിട്ട് വേവിച്ചിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ വെച്ചപ്പോഴേ ബീഫ് അങ്ങനെ ഒടഞ്ഞ് ഇതായി കറി വെച്ചപ്പോ. അപ്പൊ 3 വിസില് വന്നതും ബീഫ് ചോറിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ടാവട്ടെ, അതാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ. ആ ചോറിലെ മസാല പിടിച്ച ബീഫിൽ ആ മസാല പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പല്ലേ ഭയങ്കര ടേസ്റ്റ് ആണ്. സംഭവം വെച്ചാല് നമ്മള് ദം ബിരിയാണി നമ്മള് മസാല കുഴച്ചിട്ട് വേണം കഴിക്കാൻ. പക്ഷെ ഇതെല്ലാം ഓരോ ചോറിന്റെ വറ്റിലും മസാല പിടിച്ചിട്ടുണ്ടാവും, ഉപ്പും പിടിച്ചിട്ടുണ്ടാവും അല്ലേ. മൂടി വെക്കാം. ദോശ ഇങ്ങനെയാണല്ലേ. ഓ ഇതിന്റെ അടിയിൽ ദോശക്കല്ലുണ്ട് കേട്ടാ. അതെന്താ അങ്ങനെ ചെയ്യണത്? അങ്ങനെ ചോറ് പിടിക്കും. ഓ ഇത് വേറൊരു ടെക്നിക്കാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യും എല്ലാരും? അത് ഉമ്മാന്റെ ടെക്നിക്കാ? ഇല്ല, നല്ല കോരി ഇടുന്നുണ്ട് കേട്ടോ. ഉമ്മ ഇതില് ഭയങ്കര എക്സ്പെർട്ടാണ്. നമ്മളൊന്നും വെക്കാൻ ഈ പരിപാടി വെക്കാനൊന്നും നടക്കൂല. അപ്പൊ നിങ്ങള് എല്ലാരും ട്രൈ ചെയ്യാ. ഞാൻ ഇതിന്റെ A to Z കാര്യങ്ങള് എന്താ പറയാ, ബീഫ് മുറിക്കണ ഇട്ടിട്ട് ലാസ്റ്റ് ഈ ചോറ് ഇത്ര വരെ ആയില്ലേ, അവിടെ വരെ ഞാൻ ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാട്ടോ. നല്ല അടിപൊളി ഫുഡാ, അത്ര സെറ്റ് സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അരി ചോറിലും മസാല ഒക്കെ പിടിച്ചിട്ടേ സൂപ്പറായിട്ടുണ്ടാവും. ഞാനത് കഴിക്കണ വീഡിയോ കാണിക്കല്ല, എനിക്ക് കൂടെ ഒന്നും അറിയില്ല, നിങ്ങൾ കാണില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇല്ലമ്മ? കാണുമോ? അവരൊന്നും കാണാണ്ട് നമ്മൾ എത്ര ദൂരം എത്തില്ലല്ലോ. അതെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കാണും, നമ്മളെ ഇഷ്ടമുള്ളവരെല്ലാരും കാണും. അവര് കാണാണ്ടിരുന്ന നമ്മൾ എത്ര ദൂരം എത്തുമോ മോനെ. അവരൊക്കെ നമ്മുടെ ആൾക്കാര്. അതെ, നിങ്ങളൊക്കെയാണ് നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇടയില് നമ്മളൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല്, ഉമ്മ പറയണത് എന്താ വെച്ചാല്, ഉമ്മാനെ കുറേ പേര് ഇങ്ങനെ പുറത്തു പോകുമ്പോ തിരിച്ചറിയാൻ തുടങ്ങിയെന്നാ. നിങ്ങൾ യൂട്യൂബിലുള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് തിരിച്ചറിയാൻ തുടങ്ങി നമ്മ പറയണത്. അപ്പൊ നമ്മള് ഒരു പ്ലാൻ എന്താ വെച്ചാല്, ഒരു 5 സ്പോട്ടിലേക്ക് പോകും. എന്നിട്ട് ഒന്നിങ്ങനെ ഇവിടെ തൃശ്ശൂര് ചാവക്കാട് ആ ഭാഗത്തേക്ക്, എന്നിട്ട് ഉമ്മാനെ ചിലപ്പോ ചാവക്കാട് കടപ്പുറത്തിന്റെ അവിടെ ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഉമ്മാനെ ചിലപ്പോ നിർത്തിയിട്ട് ഉമ്മാന്റെ അടുത്ത്, താത്താ നിങ്ങള് യൂട്യൂബിലുള്ളല്ലേ? ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ല, 5 സ്പോട്ട്. ഇപ്പൊ ചാവക്കാട് കടപ്പുറം ഒന്നാണെങ്കിൽ പിന്നത്തെ സ്പോട്ട് വന്ന് ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ അവിടെയോ, നെക്സ്റ്റ് വന്നിട്ട് വേറെ ഏരിയയിലോ, അങ്ങനെ. ഇപ്പൊ ഒരേ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എല്ലാരും വരൂല, പ്രശ്നല്ലേ. അപ്പൊ 5 സ്പോട്ട്. അപ്പൊ ഉമ്മാനെ ഫസ്റ്റ് എൻ്റെ ഒരു പ്ലാനാണ് കേട്ടോ. ഉമ്മാനെ കടപ്പുറത്ത്, നമ്മളെല്ലാരും കടപ്പുറം കാണാൻ പോകുമ്പോൾ ഉമ്മാനെ അവിടെ നിർത്തും, ഒരു വീഡിയോ ആക്കി വെക്കും. ആദ്യം ആര് വരുന്നോ, താത്ത നിങ്ങൾ യൂട്യൂബിലുള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുന്നോ അവർക്ക് നമുക്ക് വലിയ പൈസ കൊടുക്കാനൊന്നുമില്ല. ആദ്യം അവർക്കൊരു 500 രൂപ. അതേ ചോദ്യം അപ്പൊ അവര് അങ്ങനെ ചോദിച്ച് അവര് വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മളിപ്പോ ചോദിക്കും നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു +500 ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 രൂപ കൊടുക്കും. അപ്പോൾ ഒരു 5 സ്പോട്ടാണ് മനസ്സിൽ പ്ലാൻ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഉടനെ വരും കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് തോന്നി അല്ലേ. ചാവക്കാട് നമ്മൾ പോയാല് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട്. തുണിക്കടക്ക് പോയാലും ഹോട്ടലിൽ പോയാലും, അതുപോലെ ഒരു കടപ്പുറം ബീച്ച് കാണാൻ പോയാലും, ബസ് സ്റ്റാൻഡിലായാലും ഒരാള് പോലും ചോദിക്കാതെ. ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെയാണ് എപ്പോഴും പറയല്. അപ്പൊ എനിക്ക് വിശ്വാസമില്ല, കാരണം അക്കാടിയിൽ പോയപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. അക്കാടിയിൽ പോയപ്പോ വിശ്വസിച്ചില്ല. ആദ്യം ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നു, പിന്നെയാണ് ആ താത്ത പറഞ്ഞ് നിങ്ങൾ എന്താണ് യൂട്യൂബിലൊക്കെ ഉള്ളതല്ലേന്ന്. എനിക്ക് ഫസ്റ്റ് തൊട്ട് കാണണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്കത് നോക്കണമല്ലോ. അപ്പൊ ഇതാണ് എന്റെ മനസ്സിലെ പ്ലാന്. അപ്പൊ ഒരു വലിയൊരു എമൗണ്ട് ഒന്നല്ല, വന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ താത്ത നിങ്ങള് യൂട്യൂബിലല്ലേ, പള്ളത്തെ ഫാമിലി വ്ളോഗ് യൂട്യൂബിലുള്ളതല്ലേ എന്ന് പറയുന്നവർക്ക് ഒരു 500 ഉറപ്പ്. പിന്നെ നമ്മൾ പോയി ചോദിക്കും നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ചോദിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്കൊരു സ്പോട്ടിൽ നമ്മൾ 1000 രൂപ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ടോ ആ സ്പോട്ടിൽ നമ്മൾ കൊടുക്കും. ഇതൊരു 5 സ്ഥലത്ത് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. ഉടനെ അതിന്റെ ഒരു വീഡിയോ വരും കേട്ടോ. അല്ല മമ്മ ഓക്കെ അല്ലേ? ആ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ബിരിയാണിയിലോട്ട് എന്തായി? ബിരിയാണി വെച്ചിരിക്കണ തമ്മിൽ കിടക്കട്ടെ. എത്ര സമയം? പോകുമ്പോ
പൊട്ടിക്കാതെ 5-10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ്. ഇൻഷാല്ലാ അതാവട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പേ ഉമ്മ ഇവിടെ ദമ്മൊക്കെ ഇട്ടിട്ട് സെറ്റാക്കട്ടെ. ഇന്ന് എന്താണ് ബീഫ് ബിരിയാണിയാണ് സംഭവം. പക്ഷേ ഒരു വെറൈറ്റി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നമ്മളിവിടെ ഇർഫാൻകുട്ടി അടക്കം 7 ആളുണ്ട്. പോയി 7 വാഴ മുറിച്ചിട്ട് നമുക്ക് ഇത് പൊട്ടിക്കുമല്ലോ. പൊട്ടിച്ചിട്ട് നവായി പറയാം അല്ല ഇർഫാൻകുട്ടി. ബാക്കി നമ്മുടെ വാഴയുണ്ട് കേട്ടോ. വാഴയ്ക്ക് വേണ്ടി നമുക്കൊരു 7 വാഴ പൊട്ടിക്കാം. 7 വാഴ പൊട്ടിച്ചിട്ട് അതിലും പൊതി ബിരിയാണി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് ഈ വാഴയിൽ നിന്ന് കണ്ട ഇത് കീറാത്ത വാഴയില്ല, നമുക്കത് പൊട്ടിക്കാം. പൊട്ടിക്കില്ല, വെട്ടാം. രണ്ട് ഫുള്ള് വാഴയിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി പീസാക്കാം. അപ്പോൾ പൊതിയാനുള്ള വിധത്തിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വെച്ചിട്ട് കട്ടാക്കിയിട്ട് പിന്നീട് നമുക്ക് കഴുകട്ടാ. കൊളാവോ ഇതൊന്ന് എല്ലാവർക്കും വേണ്ടി വാഴലേ മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. വാഴ കഴുകി നമുക്കതുപോലെ വെച്ചപ്പോൾ ഒന്ന് തീയത്ത് മാറ്റിയെടുക്കാം. ഓക്കെ, ചോറ് തുറക്കട്ടെ. ആമ പറഞ്ഞേ. ദമ്മ് പൊട്ടിക്കാണ്. എൻ്റെ പൊന്നെ സൂപ്പർ കേട്ടോ, അടിപൊളി ഉണ്ടല്ലേ. അപ്പൊ നമ്മളേ ഞാൻ വാഴയിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഇല കിട്ടുന്നുണ്ടാ? ഇത് അവിടെ കൊണ്ടുപോയിട്ട് അടുത്ത് നമുക്ക് വാഴയില് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അതിൽ തന്നെ വെക്കാം. ഇതിന് മണം വന്നിട്ടേ വാഴയൊക്കെ വെള്ളം വരും. ചൂട് വല്ലാണ്ടില്ല. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് എടുക്കാട്ടാ. ബിസ്മില്ലാ. ബിരിയാണി പൊട്ടിച്ചിങ്ങോട്ട് വന്നു. നേരത്തെ നമുക്ക് വാഴ കണ്ടില്ലേ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു രസമല്ല വാഴയില് കഴിക്കണമെന്ന്. അല്ല ബീഫൊക്കെ അടിപൊളിയായിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടാ. വാഴയില ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പൊതിഞ്ഞ് വെക്കാനമ്മ ഒരു 5-10 മിനിറ്റ്. അപ്പൊ ആ വാഴയിലെ ടേസ്റ്റും കൈ വരുന്നുണ്ടാ. ഇവിടെ ഒരാള് കൈ വരുന്നുണ്ടാ. അതാ പൊതിയേറ്റി മൂത്ത കുരുമുളക്. അതാ കൈ ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പൊ ഉമ്മ ബിരിയാണി കറക്റ്റല്ലേ അമ്മ? അടിപൊളിയല്ലേ? എന്താ വീണ്ടും കൈ ഉള്ള പറച്ചോനെ. മൂത്ത മരുമോള് പറയും ടേസ്റ്റ് പറയും. നീ എന്തിനാ അല്ല പറയും എടുത്ത് കഴിച്ചിട്ട് വീണ്ടും മൂന്ന് രണ്ടാമത്തെ. അതെന്താ കഴിക്കാൻ പറ്റായിക? ബിസ്മി മറ്റൊരു പായ എടുത്ത് രണ്ടാൾക്ക് നാ വായിച്ചാൽ കേട്ടോ. മകളെ ആഗ്രഹം നമുക്ക് പഞ്ഞ പോലെ നിൽക്കുന്ന കണ്ട അമ്പ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ചൂട്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഫിറോസ് ഖാന്റെ ഇതിൽ പറഞ്ഞ പോലെ. നീ പിടിക്കും. ഇനി കുരുമുളക് കൊടുക്കണ്ട. ഞാൻ എടുക്കുന്നത് അയ്യോ ഇത്തിരി വലിയ പീസാ. എനിക്ക് കുഞ്ഞി പീസായിരുന്നു. ഇനി ഒരു മരുമോൾക്ക് കൊടുക്കണം. അവള് മുകളിലാണ്. അപ്പൊ നമ്മള് ചോറ് ഇളക്കിയപ്പോ ഒരു ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി അവർക്ക് കൊടുത്താണ്. ഇനി ഒരാള് മുകളിലാണ്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഓ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ, അത്രയും രസമായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ചെറുതായിട്ട് കഴിച്ചെങ്കിലും സൂപ്പർ ആയിട്ട് ഇഷ്ടമായി. ഇപ്പൊ എത്ര മണിയായി?
സംഭവം അറിയില്ല, എത്ര മണിയെന്ന് അറിയില്ല. 2 മണി ഉണ്ടാവും അല്ലേ? അത് മാത്രല്ല നല്ല മഴ വരുന്നുണ്ട് കേട്ടാ. തുണി വെക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ ടോർച്ച് അടിക്കുന്ന പോലെ അടിച്ചാലും ഇങ്ങോട്ട് വരാണ്ടിരിക്കുള്ളൂ. വരരുത് വരരുത്, പിടിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വരും. ഓട്ടോ നമുക്കൊരു എത്ര പുതിയാക്കാം? ഓ മതിയാ, അങ്ങനെ കഴിക്കുള്ളൂ. മൊത്തം പൊതിയാക്കി വന്നിട്ട് നമുക്ക് കാണാം. മൊത്തം പൊതിയാക്കി വന്നിട്ട് നമുക്ക് കാണാം. മുട്ട അല്ല, മുട്ട. അവിടെ സ്പെഷ്യൽ വേറെ സാധനം ഇട്ട മുട്ട, അതിലൊന്ന് മാത്രം പൊട്ടി. കച്ചമ്പറാക്കണ കഴിക്കുമ്പോ കച്ചവടം ചിലപ്പോ ഒലിക്കും. കറിയണ പോലെയൊക്കെ പൊതിയൊക്കെ കീറിയിട്ടൊന്നുമില്ല, നമ്മള് വഴറ്റിയ കാരണം. അതാ കേട്ടല്ലേ? മതി. ഇനി എല്ലാം പൊതിഞ്ഞിട്ട് കാണിക്കാം. ചോറ് പൊതിയണ ഇനിയിപ്പോ എല്ലാം പൊതിഞ്ഞിട്ട് കാണിക്കട്ടാ. ഒരു 7 കിഴി ഉണ്ടായിട്ട് കാണിക്കാം. അങ്ങനെ നമ്മള് ബിരിയാണി എല്ലാം സെറ്റാക്കി കിഴിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാളിൽ നോക്കാന്നുണ്ടെങ്കില് ഉണ്ണീനെ കളിപ്പിച്ചോണ്ടിരിക്കും ഇറക്കാൻ വേണ്ടി. ഉണ്ണി ചേച്ചാമോള് ഇരിക്കണ്ട്. ചേച്ചാമോളെ ടാറ്റ കൊടുത്ത്. ഇവിടെ ആള് വണ്ടിയൊക്കെ വാങ്ങി ഫുൾ സെറ്റപ്പ് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട് ഇല്ലേ? വണ്ടി ഇപ്പൊ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കണ സമയമില്ലേ? 2:30 ആയിട്ടാ. ഇവിടെ മഞ്ഞുമൽ പൈസ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം, അച്ചാറ് എല്ലാം റെഡി. ഉമ്മ സെറ്റ് അല്ലേ? ഇത് കണ്ടില്ലേ കിഴി? എന്താല്ലേ? എത്ര ഉണ്ട്? 6 കിഴിയുണ്ട്. 6 കിഴിയുണ്ട് കേട്ടാ. ഈ സെപ്പറേറ്റ് എന്താന്നറിയാം? സെപ്പറേറ്റ് നമുക്കുള്ള എനിക്ക് മാത്രം. അതിൽ കുറച്ച് പീസ് കൂടും. അല്ല, അതിൽ 5 ഒന്ന് അവിടെ ഇരിക്കണ്ട്. അത് മാറ്റിയിരിക്കല്ലേ? അപ്പോ ഭക്ഷണം കഴിക്കല്ലേ? നമുക്ക് കഴിക്കല്ലേ? ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാൻ റെഡി. ഇനി സിത്തു ഉണ്ട്. സിത്തു മേലെ അവിടെ എന്തോ ക്ലീനിങ് കാര്യങ്ങളിലാണ്. മലബാർ കിഴി ബിരിയാണി എന്ന് പറയും. സംഭവം ചൂട് ചേർക്കോട്ടി ചൂടുണ്ട്. നല്ല മണം കിട്ടാ. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാ. ഞാൻ ഒരു വട്ടം കഴിച്ചു, അവിടെ നിന്ന് തന്നെ കഴിച്ചു. എന്നാലും പഞ്ഞു പോലെ ആയിട്ട്. അതെ, വാഴയിലൊക്കെ തുറന്ന് കഴിക്കുമ്പോ ആ വാഴയില് കുറച്ചേരം ഇരുന്നതിന്റെ ആ മണവും പിന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണല്ലേ അമ്മ ഞെക്കുന്ന പോലെ ബീഫ് ചൂടുണ്ട് കേട്ടാ. അടിപൊളിയായിട്ട് അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മതി. കച്ചമ്പറ വെക്കാനുണ്ട്. അപ്പൊ നമ്മള് ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പൊ മൂത്തവളും താഴോളും താഴോള് കുളിക്കാണ് മുകളില്. അപ്പൊ അവള് വന്നിട്ട് മൂത്തവളും താഴോളും ഒരുമിച്ചിരിക്കാന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഞങ്ങള് വീഡിയോ പിടിക്കണ കാരണം ഞങ്ങള് ചോറ് കഴിക്കാണ്. അവര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മള് വെച്ച വീഡിയോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്കും അറിയാത്തവർക്കും വെക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറിയൊന്നും വേണ്ട, ഇറച്ചിയൊക്കെ വലിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കണമെങ്കിൽ നമുക്കും വീട്ടിൽ വെച്ച് കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വെച്ചത് കൊണ്ട് പറയാല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാരും കാണണം. അതെ, അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ബൈ.